ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന ചില സത്യങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. അതായത് കണ്ണൻ തൻ്റെ അച്ഛൻ്റെ മരണത്തിൻ്റെ പുറകിലുള്ള സത്യങ്ങൾ കണ്ടെത്താനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ ഇത്. അപ്പോൾ മേഘനാണെങ്കിൽ വാമൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, കണ്ണൻ ഇങ്ങനെ അവൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിലുള്ള ആ ഒരു സത്യത്തെക്കുറിച്ച് അറിയാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വാമൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ മേഘൻ്റെ വാക്കുകളിൽ വലിയൊരു ഭയം തന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ സീമന്തിനി മേഘം പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇതൊരു പക്ഷേ അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നുന്നില്ലായിരിക്കും, പക്ഷേ അച്ഛനെ സംബന്ധിച്ച് ഇത് വലിയൊരു ഭീഷണി തന്നെയാണ്. കണ്ണൻ്റെ അച്ഛൻ്റെ മരണം വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കേസ് ഇപ്പോൾ പോലീസ് ലെവലിലുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലെ സത്യങ്ങളൊക്കെ ഉടനെ പുറത്തു വരും എന്നൊക്കെ പറയുമ്പോൾ വാമദേവൻ അത് കേട്ട് അക്ഷരാർത്ഥത്തിൽ തറന്നു പോകുന്നുണ്ട്. അപ്പോൾ സീമന്തിനിയാണെങ്കിൽ വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ വാമനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, എടാ ഒരു പക്ഷേ ആ പഴയ കൊലപാതകത്തിന് പിന്നിൽ ഈ ഇരിക്കുന്ന നിൻ്റെ അച്ഛൻ തന്നെയാവാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സീമന്തിനിയുടെ ഒരു പരിഹാസം കേട്ട് വാമദേവനാണെങ്കിൽ മാനസികമായിട്ട് തളർന്നു പോകുന്നുണ്ട്. ശവത്തിൽ കുത്തരുതെന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ലൊരു ഭയം തന്നെ തോന്നുന്നുണ്ട് കേട്ടോ വാമദേവന്. കാരണം കണ്ണൻ ഇതിൻ്റെ പുറകിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തായാലും പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ പോലീസിൻ്റെ ഇടയിലാണെങ്കിലും കണ്ണന് വളരെയധികം സ്വാധീനമാണ് ഉള്ളത്. അപ്പോൾ ഈ അന്വേഷണം അച്ഛനിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ സമാധാനം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുന്നതിന് മേഘൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കേട്ടോ വാമനോട്. അങ്ങനെ സത്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ കണ്ണൻ അവരുടെ ഏറ്റവും വലിയൊരു ശത്രുവായി മാറും. മാത്രമല്ല സ്വാതിയുടെ വിവാഹത്തിന് കണ്ണൻ സഹായിക്കാം എന്ന് ഏറ്റുതരുന്നതാണ്. അപ്പോൾ അതും ഒരിക്കലും ഉണ്ടാവില്ല എന്നൊക്കെ ആലോചിച്ച് സീമന്തി വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട്. കേസ് തെളിയിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ വാമദേവൻ ജയിലിലാകുമെന്നും അതോടെ കുടുംബം തന്നെ തകർത്ത് തരിപ്പണമാകുമെന്നും മേഘനും ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സീമന്തിന് പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും മോളും പിന്നെ ഇവിടെ കെട്ടിത്തൂങ്ങി ചാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് മേഘനാണെങ്കിൽ ശരിക്കും വല്ലാതാവുന്നുണ്ട്. അമ്മ ഇങ്ങനെ വെറുതെ ഓരോന്ന് സങ്കല്പിച്ച് പറയരുത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സീമന്തിന് പറയുന്നുണ്ട്, ഇങ്ങേരുടെ പ്രവൃത്തി അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും സീമന്തിനി പറയുന്നുണ്ട് കേട്ടോ വീണ്ടും. അപ്പോൾ വാമദേവനാണെങ്കിൽ ഇതെല്ലാം കേട്ട് ശരിക്കും ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. തൻ്റെ ഭൂതകാലം തന്നെ വേട്ടയാടുമോ എന്നുള്ള ഒരു ഭീതി വാമദേവനെ വല്ലാതെ തന്നെ തളർത്തി കളയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കരുണയാണെങ്കിൽ വലിയൊരു മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് മഹാലക്ഷ്മിയും കണ്ണനും കുഞ്ഞുമൊത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണുമ്പോൾ തനിക്ക് ഒരിക്കലും ഒരു അമ്മയാകാൻ കഴിയുന്നില്ല ഡോക്ടറുടെ വാക്കുകൾ കരുണയെ ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് മോഹിനി കരുണയുടെ അടുത്തിലെത്തിയിട്ട് പറയുന്നുണ്ട്, മോളെ നിൻ്റെ ജീവിതം ഈ രീതിയിൽ മാറാൻ കാരണം നിൻ്റെ അച്ഛനും മുത്തശ്ശിയും തന്നെയാണ്. നീ അവരെ അന്ധമായിട്ട് വിശ്വസിച്ചതാണ് നിനക്ക് വിനയായത് എന്നെല്ലാം വേദനയോടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മോഹിനി. ചെറുപ്പം മുതലേ അമ്മയ്ക്ക് ചേച്ചിയോടായിരുന്നു ലക്ഷ്മിയോടായിരുന്നു കൂടുതൽ സ്നേഹമെന്ന് കരുണ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ മോഹിനിയെ. അപ്പോൾ മോഹിനി അത് കേട്ട് അവളെ തിരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഒരു അമ്മയ്ക്കും മക്കളെ രണ്ടായിട്ട് കാണാൻ കഴിയില്ല മോളെ. ലോകം തഴയുന്ന മക്കളെയാവും ഏതൊരമ്മയും കൂടുതൽ പരിഗണിക്കുക. നീ അവളെ മൂത്ത മകൾ എന്ന് വിളിക്കരുത്, ചേച്ചി എന്ന് വിളിക്കാൻ ശീലിക്കണം. ലക്ഷ്മി മോള് നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അവൾക്ക് നിന്നെ ജീവനാണ് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ കരുണയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി തന്നെയാണ് മോഹിനിക്ക് മറുപടി കൊടുക്കുന്നത്. അങ്ങനെ കണ്ണനാണെങ്കിൽ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിലുള്ള ആ സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് പല രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാഗറും മാർക്കോയും തമ്മിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ മാർക്കോയോടുള്ള കടപ്പാടും പഴയകാല ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് കേട്ടോ സാഗർ തൻ്റെ സംസാരം തുടരുന്നത്. മേഘനാഥൻ്റെ മർദ്ദനമേറ്റു വീണ അന്ന് തന്നെ സഹായിച്ച ആ ഒരു പഴയ ദിവസത്തെക്കുറിച്ച് പറഞ്ഞ് സാഗർ ശരിക്കും വാചാലനാവുന്നുണ്ട്. മഞ്ജുവിനോടുള്ള തൻ്റെ പ്രണയം തുറന്നു പറയാനും അവളുമായിട്ട് ഒന്നിക്കാനും പ്രചോദനം നൽകിയത് മാർക്കോയാണെന്നും അതുകൊണ്ട് തന്നെ മാർക്കോയോടുള്ള ബഹുമാനം എന്നെന്നും ഉണ്ടാകുമെന്നും സാഗർ പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷമാണ് മാർക്കോ താൻ ആരാണെന്നുള്ളൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതായത് കണ്ണൻ സാറിൻ്റെ അച്ഛൻ്റെ കേസ് അന്വേഷിക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, അത് ഞങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ സാഗർ. മാർക്കോ ഒരു ഗുണ്ടയാണെന്ന് വിശ്വസിച്ചിരുന്ന സാഗറിന് ആദ്യം അതൊട്ടും വിശ്വസിക്കാനാവുന്നില്ല.
പക്ഷേ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡുകൾ കാണിച്ച് മാർക്കോയും ലോപ്പസും സാഗറിനെ അമ്പരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ വേണ്ടിയിട്ടാണ് തങ്ങളുടെ ഗുണ്ടകൾ വേഷം കെട്ടി ഇവിടെ നിൽക്കുന്നതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. പ്രതികൾ തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നും ചില തെളിവുകൾ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ അകത്തിടുമെന്നും സാഗറിന് ഉറപ്പ് നൽകുന്നുണ്ട്. തൽക്കാലം ഈ രഹസ്യം പുറത്തുവിടരുതെന്നും അവർ കർശനമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. വാമനും പ്രതാപനും തന്നെയാണ് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നതെന്നും ചില തെളിവുകൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവരെ അകത്തിടുമെന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഉണ്ണിയുടെ മനസ്സിലാണെങ്കിലും അച്ഛൻ്റെ മരണത്തെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊരു അപകടമരമായിരുന്നോ അതോ ആരെങ്കിലും ആസൂത്രണം ചെയ്ത കൊലപാതകമായിരുന്നോ എന്ന ഉണ്ണിയുടെ ചോദ്യത്തിന് മുൻപിൽ ദുർഗയും ഇങ്ങനെ വല്ലാതാവുന്നുണ്ട്. അച്ഛന് വലിയ ശത്രുക്കളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും സ്വത്ത് മോഹിച്ച ചിലരുടെ കൈകൾ ഇതിന് പിന്നിൽ ഉണ്ടാകുമെന്ന് ദുർഗയും സംശയിക്കുന്നുണ്ട്. തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും കണ്ണനെ കൂടെ നിർത്തിയ പഴയ കാലത്തെക്കുറിച്ചെല്ലാം ദുർഗ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പുറത്തു വരട്ടെ മോനെ, നിന്റെ അച്ഛനെ ഇല്ലാതാക്കിയ പ്രതിക്ക് അർഹമായിട്ടുള്ള ശിക്ഷ നമ്മൾ തന്നെ കൊടുക്കും എന്ന ദുർഗയുടെ വാക്കുകൾ ഉണ്ണിക്കും വലിയൊരു കരുത്തായിട്ട് മാറുന്നുണ്ട്. പ്രതി ആരായാലും അവരെ വെറുതെ വിടില്ലെന്ന് ഉണ്ണിയും തർപ്പിച്ചു പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അങ്ങനെ മാർക്കോയും ലോപ്പസും കൂടി പ്രതാപനെയും വാമനെയും ഔദ്യോഗിക വേഷത്തിൽ അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു കിടലനായിട്ടുള്ള എപ്പിസോഡാണ് ഇനി മഹാലക്ഷ്മി സീരിയൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ ഒരു എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്